ഗതാഗത വകുപ്പിൽ അടിമുടി പരിഷ്കാരങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ച മന്ത്രി ഗണേഷ് കുമാറിന്റെ ചില ഇടപെടലുകളിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കയ്യടി നേടാൻ മാത്രമുള്ള ഷോ ആണ് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് തൊഴിലാളി സംഘടനകളുടെ വിമർശനം. ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്ന മന്ത്രിയുടെ നടപടികളിൽ ഗതാഗത വകുപ്പിലും പ്രതിഷേധം പുകയുന്നുണ്ട്. ഗതാഗത മന്ത്രിയുടെ ഇടപെടലും നടപടികളും വേഗത്തിലാകുമ്പോൾ വിമർശനവും കുതിക്കുകയാണ്. സിനിമാ നടനായ മന്ത്രിയുടെ സിനിമാ സീനുകൾ മാത്രമാണ് ഇത് എന്നാണ് വിമർശനം. ക്യാമറയും കൊണ്ട് ഓടി നടന്ന് ബസ് തടയുകയും ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ശകാരിക്കുന്നതും പിഴ ചുമത്തുന്നതും മീഡിയ മാനിയ ആണെന്നും ഷോ ഓഫ് എന്നുമാണ് സോഷ്യൽ മീഡിയയിലെ വിലയിരുത്തലുകളും കമന്റുകളും. കഴിഞ്ഞ ദിവസമാണ് കോതമംഗലത്ത് വെച്ച് ഹോണടിച്ച് വേഗത്തിലെത്തിയ ബസ് ഡ്രൈവർക്കെതിരെ മന്ത്രി നടപടിയെടുത്തത്. ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുകയും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനിടെ ഹോൺ മുഴങ്ങിയതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. ഇലക്ട്രിക് ഹോൺ ജാം ആയതുകൊണ്ടാണ് ഹോൺ ഉച്ചത്തിൽ മുഴങ്ങിയത് എന്ന ഡ്രൈവറുടെ വിശദീകരണം മന്ത്രി മുഖവിലക്കെടുത്തില്ല. തിരുവനന്തപുരം കനകക്കുന്നിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് ബഹിഷ്കരിക്കുകയും ഉദ്യോഗസ്ഥരെ ശാസിക്കുകയും ചെയ്ത നടപടിയിലും വലിയ വിമർശനം ഉയർന്നിരുന്നു. ആളുകൾ കുറഞ്ഞെന്ന പേരിലായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രകടനം. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരുന്നു. ഇതേ പരിപാടി പേരൂർക്കട KSRTC ഡിപ്പോയിൽ കഴിഞ്ഞ ദിവസമാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ബസ്സിനു മുന്നിൽ കുടിവെള്ള കുപ്പികൾ കൂട്ടിയിട്ടു എന്നാരോപിച്ച് ഗണേഷ് കുമാർ KSRTC ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെയും കണ്ടക്ടറെയും ശാസിച്ചിരുന്നു. കൊല്ലം ആയൂരിൽ നടന്നത് ക്യാമറകൾക്ക് മുന്നിലെ അഭിനയമായിരുന്നു എന്നാണ് വിമർശനം. ബസ്സുകളിൽ യാത്രക്കാർ കളഞ്ഞുപോകുന്ന കുപ്പികളടക്കമുള്ള വസ്തുക്കൾ ശേഖരിക്കാനുള്ള സംവിധാനം പോലും ഒരുക്കാതെയാണ് ഷോ ഓഫ് എന്നാണ് ആരോപണം. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ ആഡംബര വാഹനത്തിൽ ഓടി നടക്കുന്ന മന്ത്രിയുടെ നടപടികൾ പ്രഹസനമാണെന്ന പരിഹാസവും ശക്തമാണ്. ശമ്പളം പോലും കൃത്യമായി ലഭിക്കാത്ത ജീവനക്കാരുടെ മേൽ കുതിര കയറുകയാണ് മന്ത്രി എന്നും ആക്ഷേപം. ശമ്പളവും പെൻഷൻ വിതരണവും മുടക്കമില്ലാതെ ഉറപ്പാക്കുകയാണ് മന്ത്രി ആദ്യം ചെയ്യേണ്ടതെന്ന ആവശ്യമാണ് ഉയരുന്നത്. ജനം, തിരുവനന്തപുരം.